നാളെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠയാണ്. പുതിയ ഇന്ത്യ ഒരു ദേശീയോത്സവം പോലെ ഈ പ്രതിഷ്ഠയെ കൊണ്ടാടുന്നു എന്നൊരു പ്രതീതി ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ 3 പതിറ്റാണ്ട് മുമ്പ് നടന്നതൊക്കെ മറന്നുകൊണ്ട് സെലിബ്രിറ്റികൾ, സിനിമാ താരങ്ങൾ, ഗായകന്മാർ ഇവരെല്ലാം ആ പ്രതിഷ്ഠയ്ക്ക് മേൽ വിശ്വാസത്തിൽ പ്രചോദിതരായി ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. രാഷ്ട്ര മനസാക്ഷി കഴിഞ്ഞ 3 പതിറ്റാണ്ട് മറന്നു കഴിഞ്ഞു. സ്വാഗതം. സ്പെഷ്യൽ ഡിഷിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, സണ്ണി എം കബിക്കാട്ട്, ടി ശ്രീജിത്ത് എന്നിവർ. ആദ്യം ശക്തിബോധിയിലേക്ക്. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ഇപ്പോൾ ടി പത്മനാഭൻ പറഞ്ഞൊരു കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിലിറ്റി ഉള്ള ഒരു മുദ്രാവാക്യമായി ജയ് ശ്രീറാം മാറുന്നു. ആ അക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ രാജ്യം മുഴുവൻ സ്വീകരിക്കപ്പെടുന്നു എന്നാണ് ഒരർത്ഥം. മറ്റൊന്ന്, നാളെ നടക്കാൻ പോകുന്ന ആ വലിയ ചടങ്ങ്, ആ ചടങ്ങ് പഴയ കാലത്തെ ചരിത്രത്തെ എല്ലാം മറന്നുകൊണ്ട്, അത് നടക്കുന്നതിന് പിന്നിലുള്ള ഒരു ചരിത്രപരമായ അടിത്തറയെ മറന്നുകൊണ്ട് ജനങ്ങൾ അത് നോർമലൈസ് ചെയ്യപ്പെട്ട് അത് സ്വീകരിക്കുന്നു. അത്രമാത്രം അക്സെപ്റ്റബിലിറ്റി നാളത്തെ ചടങ്ങിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ടി പത്മനാഭൻ രണ്ടാമതായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ജയ് ശ്രീറാം ഒരു വയലൻസിനുള്ള ആഹ്വാനമായി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ അതിന് ചരിത്രമുണ്ട്, അത് കൂടുതലാവാനാണ് സാധ്യത എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ആ വാക്കുകൾ എന്താണ് ചൂണ്ടിക്കാട്ടുന്നത്? കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. അജിംഷാദെ, പത്മനാഭൻ പറഞ്ഞ അഭിപ്രായത്തോട് എല്ലാ അർത്ഥത്തിലും യോജിക്കാനാണ് എനിക്ക് പൂർണ്ണമായും താല്പര്യം. പക്ഷേ ഈ ജയ് ശ്രീറാം വിളി ഒരു വയലൻസായിട്ട്, ഒരു എന്താ പറയുക, ഭീകര താണ്ഡവത്തിനുള്ള മുദ്രാവാക്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യക്കും തുക്കാറാമിൻ്റെ ഇന്ത്യക്കും തുളസീദാസിൻ്റെ ഇന്ത്യക്കും എഴുത്തച്ഛൻ്റെ ഇന്ത്യക്കും വാൽമീകിയുടെ ഇന്ത്യക്കും ചേർന്നതല്ല. അത് തടയാൻ വേണ്ടുന്ന നടപടികൾ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ചരിത്രകാരന്മാരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാം ചേർന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് അതിനെപ്പറ്റി ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ രാമ ജന്മഭൂമിയിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നൊരു ചടങ്ങ് വലിയൊരു സംഭവമായി മാറി എന്ന് പറഞ്ഞാൽ ആരതിനെ സംഭവമാക്കി എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രതീതികൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അത് സൃഷ്ടിക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ വിലക്കെടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാ അർത്ഥത്തിലും സംഘപരിവാരത്തിനാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുകൊണ്ട് ഇതൊരു വലിയ സംഭവമാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുകയാണ് നല്ലത്. അല്ലാതെ ജനഹൃദയങ്ങളിൽ നിന്ന് അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉണ്ടായാൽ മാത്രമേ എൻ്റെ ജീവിതവും എൻ്റെ രാമനും ജീവിക്കൂ എന്ന ഒരു ആശയവുമൊന്നും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി. ശ്രീ സണ്ണി എം കബിക്കാട്, ഈ അയോധ്യയിലെ ഒരു രാമക്ഷേത്രം എന്ന് ശക്തിബോധി പറയുമ്പോൾ അയോധ്യ രാമക്ഷേത്രങ്ങളാൽ സമ്പന്നമായൊരു സ്ഥലം കൂടിയാണ്. അവിടെ ഒന്നിലധികം രാമക്ഷേത്രങ്ങളുണ്ട്. ആ രാമക്ഷേത്രങ്ങളെല്ലാം തന്നെ ഇതാണ് രാമൻ്റെ ജന്മസ്ഥലം എന്ന് ആ രാമക്ഷേത്രങ്ങളുടെ ആളുകളൊക്കെ പറയുന്നുണ്ട്. ഈ രാം കെ നാം എന്ന ആനന്ദ് പട്വർദ്ധൻ്റെ ഡോക്യുമെൻ്ററി അങ്ങയുടെ ഓർമ്മയിലുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഈ പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതി, ഇവിടെ ശക്തിബോധി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നതിൽ മാധ്യമങ്ങൾ ഒരു പങ്കുവഹിക്കുന്നുണ്ടാകും. അതിനപ്പുറം ഇതൊരു ചരിത്രത്തെ, കഴിഞ്ഞുപോയ കാലത്തെ നോർമലൈസ് ചെയ്യപ്പെട്ട് എല്ലാം മറന്ന് ആളുകൾ ഒരു പുതിയ ദേശീയതാ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന തോന്നൽ, അത് യാഥാർത്ഥ്യമാണ്? അല്ല, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഈ രാമപ്രതിഷ്ഠയെ നമ്മൾ മനസ്സിലാക്കുവാൻ. 92-ൽ ബാബറി മസ്ജിദ് ആക്രമണകാരികളായ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരാൽ തകർക്കപ്പെട്ടിട്ട് ആ സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ളൊരു സാഹചര്യം നമ്മൾ ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ഉണ്ടായി വന്നതെങ്ങനെ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം.
അതിലെനിക്ക് തോന്നുന്നത് ഇപ്പോൾ ശക്തിബോധി പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിൽ എനിക്ക് യോജിപ്പാണ്. ഇത് സ്വാഭാവികമായും ഇന്ത്യക്കാർ ഏറ്റെടുത്തൊരു കാര്യമായി കാണേണ്ടതില്ല. ഇത് ബോധപൂർവമായി തന്നെ നിർമ്മിച്ചെടുത്തതാണ്, നമ്മളുടെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തതാണ്. അത് ശരിയാണ്, ആ കാര്യത്തിൽ തർക്കിക്കേണ്ടതില്ല. പക്ഷെ ആദ്യം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. ഇതിന്റെ കാതലിലേക്ക് കടക്കാൻ, അതായത് എന്താണ് യഥാർത്ഥത്തിൽ രാമന്റെ പേരിൽ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നതിൽ നമ്മൾ വലിയ പരാജയമാണ്. അതിലൊരു കാരണം, രാമന്റെ ദൗത്യം ബ്രാഹ്മണ സേവയായിരുന്നുവെന്ന് എഴുത്തച്ഛന്റെ പുസ്തകവും വാൽമീകിയുടെ പുസ്തകവും നമ്മളോട് തുറന്നു പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ? ആ ധാർമ്മികത മനുഷ്യവംശത്തിനെതിരാണെന്ന് എന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല? ഗാന്ധി രാമഭക്തനായിരുന്നു എന്നതുകൊണ്ട് രാമൻ നന്മ നിറഞ്ഞ മനുഷ്യനാണെന്ന് ഗാന്ധി സ്വന്തം വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളതല്ലാതെ രാമനെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം രാമന്റെ മുൻഗണന ബ്രാഹ്മണ സേവയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, സംഘപരിവാർ ശക്തികൾ രാമനെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള വാദം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞു എന്ന് ബഹുമാന്യനായ എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശക്തിബോധി മനസ്സിലാക്കണം. 1992 ബാബരി മസ്ജിദ് തകർക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത് രാമൻ നല്ല മനുഷ്യനാണെന്നും രാമൻ ആദരിക്കപ്പെടേണ്ട ആളാണെന്നും ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന ആളാണെന്നും, എന്നാൽ സംഘപരിവാർ ശക്തികൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഈ രാംലല്ല വിഗ്രഹം അവിടെ സ്ഥാപിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്, ഭക്തിയുടെ ഭാഗവും കൂടിയാണ്. കാരണം ഇന്ത്യ ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ള ഒരു സമൂഹമായതുകൊണ്ട് ഇതിനെ എടുത്ത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയും. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, രാമൻ ഇന്ത്യയിൽ എല്ലാവർക്കും സ്വീകാര്യനല്ല എന്ന യാഥാർത്ഥ്യം പൊതുജനങ്ങളോട് പറയുവാനുള്ള ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു കപ്പാസിറ്റി, ഇന്റലക്ച്വൽ ആയിട്ടുള്ളൊരു സത്യസന്ധത എന്തുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്? ഇത് പറയാതെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുക? നല്ല രാമനെ കാഴ്ചവെച്ചാണോ ഈ ബാബ് ഇതിനെ തകർക്കുക? നിങ്ങൾക്കറിയാമോ, അയോധ്യയിലെ മുസ്ലിങ്ങൾ അവിടുത്തെ DGPക്ക് പരാതി കൊടുത്തിരിക്കുക. ഈ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് ആ പാവങ്ങൾ പറയുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് നല്ല രാമൻ ചീത്ത രാമൻ എന്നുള്ള ചർച്ച. ശുദ്ധ അസംബന്ധമാണ്. ഇത് വളരെ ബോധപൂർവം ബ്രാഹ്മണ സേവകരായ സവർണ ലോബി, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും, അത് ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും, ബ്രാഹ്മണ ലോബി നെയ്തെടുത്ത വലിയൊരു കഥയിലാണ് നമ്മളിപ്പോൾ പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഇന്ത്യക്കാരെ ധാർമ്മികമായും രാഷ്ട്രീയമായും ആത്മീയമായും പ്രാപ്തമാക്കുക എന്നതായിരിക്കണം നമ്മുടെ ഒരു അജണ്ട. അല്ലാത്ത ചർച്ചകൾ അവരെ സഹായിക്കും. ഇപ്പൊ രാമൻ നല്ലതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരും പറഞ്ഞത് രാമനാണ് ഞങ്ങളുടെ ദൈവം എന്നാണ്. എന്താണ് വ്യത്യാസം ഇരിക്കുന്നത്? ഞങ്ങളുടെ രാമൻ ശാന്ത സ്വരൂപനാണെന്ന് പറഞ്ഞത്, അതാണോ വ്യത്യാസം? അതാണോ? രാമൻ എവിടെയാണ് ശാന്ത സ്വരൂപനായിരുന്നത്? ശംഭുകന്റെ തലയരിഞ്ഞു മാറ്റിയ രാമൻ എങ്ങനെയാ ശാന്തസ്വരൂപനായി മാറുന്നത്? ബാലിയെ ഒളിഞ്ഞിരുന്ന് അമ്പെയ്ത് വീഴ്ത്തിയ രാമൻ എങ്ങനെയാ ശാന്തസ്വരൂപനാവുന്നത്? ഇത് ശരിക്കൊരു സവർണ ബോധ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച സവർണ ബോധ്യത്തിന്റെ ആഘോഷമാണ് നടക്കുന്നത്. ബഹുജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വടക്കേ ഇന്ത്യയിൽ BJPക്കും സംഘപരിവാറിനും സ്വാധീനമുള്ള മേഖലയിൽ ഇളക്കങ്ങൾ ഉണ്ടാവാം. കേരളത്തിലെ ഗ്രാമങ്ങളൊക്കെ ശുദ്ധമായും ശാന്തമായിട്ടാണ് കേരളം കടന്നു പോകുന്നത്. തമിഴ്നാട് കടന്നു പോകുന്നത് ശാന്തമായിട്ടാണ് കടന്നു പോകുന്നത്. അവിടെയൊന്നും ബഹുജനങ്ങൾ രാമന്റെ പേരിൽ കണ്ണീരൊഴുക്കുന്നില്ല. നമ്മളുടെ ബുദ്ധിജീവികൾക്കാണ് രാമൻ വലിയൊരു വസ്തുവായിരിക്കുന്നത്, സാധാരണ മനുഷ്യർക്കല്ല. കേരളത്തിൽ എത്ര രാമക്ഷേത്രമുണ്ടെന്നേ? ഇവരൊക്കെ എന്താ ഈ പറയുന്നത്? അതുകൊണ്ട് സണ്ണി കപ്പിക്കാട് നമ്മളൊരു റിയാലിറ്റിയിലേക്ക് വരണമല്ലോ. അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യയിൽ ഇത് കാര്യമായ ചലനം ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. ഉത്തരേന്ത്യയിൽ അങ്ങ് സൂചിപ്പിച്ച ഈ ബഹുജനം എന്ന് പറയുന്ന ആ വിഭാഗം പോലും ഈ ഏതോ തരത്തിൽ ഈ പ്രതീതിയിൽ പെട്ടുപോയിട്ടുണ്ട്. അത് കാണാതിരുന്നുകൂടല്ലോ. തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞല്ലോ, ഇത് വളരെ ബോധപൂർവമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് എന്ന് ശക്തിബോധി പറഞ്ഞതിന് ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. ഈ മാധ്യമങ്ങളെ വിലക്കി ഇന്നും ഹിന്ദു പത്രത്തിൽ, മലയാള മനോരമയിൽ, കേരളത്തിലെ മുഴുവൻ പത്രങ്ങളിലും ഫ്രണ്ട് പേജിലാണ് പരസ്യം. ഇന്ത്യയിലെമ്പാടും ഈ പരസ്യം വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിർമ്മിച്ചെടുത്തതാണ് ഈ കൺസെന്റ്. അതല്ലാതെ ഇത് സ്വാഭാവികമായും വന്നു ചേർന്നൊരു കൺസെന്റായിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
രാമന്റെ പേരിൽ 5 ദീപം കൊളുത്തണം, 1 നടയെ വെക്കണം, 4 മൂലയെ വെക്കണം എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കൊറോണ വന്നപ്പോൾ കിണ്ണം കൊട്ടി ഓടിക്കണം എന്ന് പറഞ്ഞ കക്ഷികളാണ് ഇവരെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ മറന്നു പോകുന്നത്? എന്തിനാണ് നമ്മൾ മറക്കുന്നത്? കൊറോണ എന്ന് പറയുന്ന വലിയ മാരക രോഗം പടർന്നു പിടിക്കുമ്പോൾ എല്ലാവരും വൈകുന്നേരം 6 മണിയാകുമ്പോൾ പുറത്തു വന്ന് കിണ്ണം കൊട്ടണം എന്ന് പറഞ്ഞ ആൾക്കാരെ അവർ തന്നെയാണ് ഇപ്പൊ ദീപം തെളിയിക്കണം എന്ന് പറയുന്നത്. ഇത് പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഭരണഘടനാ വാഴ്ചയെ അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുന്ന നടപടിയിലൂടെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, UP ഗവൺമെന്റും ഛത്തീസ്ഗഡ് ഗവൺമെന്റും ഇന്ത്യയിലെ പല ഗവൺമെന്റുകളും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റും കടന്നു പോകും. ആ സീരിയസ്നെസ് ആണ് നമ്മൾ ഈ വിഷയത്തിൽ എടുക്കേണ്ടത്. ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ എന്താണ് മാർഗം എന്ന് തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ശരി, ഓക്കെ. ശ്രീജിത്ത്, ഈ രാം കെ നാം എന്ന ഡോക്യുമെൻ്ററി പ്രകാശിതമായി തൊട്ടുടനെയാണ് ഈ പറയുന്ന ബാബരി മസ്ജിദ് ഡെമോളിഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ ചർച്ചയ്ക്ക് മുമ്പ് ആ ഡോക്യുമെൻ്ററി ഒന്നുകൂടി കാണുകയായിരുന്നു. അത് നമുക്ക് വല്ലാത്തൊരു ദേജാവു പോലെ തരും. ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അന്ന് ആ ഡോക്യുമെൻ്ററിയിൽ ആളുകൾ സംസാരിക്കുന്ന അതേ ഇമോഷനിൽ ഇന്നും അതിൽ കൂടുതൽ ഇമോഷനിൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ സണ്ണി കവിക്കാട് ചൂണ്ടിക്കാട്ടിയ ബഹുജൻ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായി ആ ഇമോഷനിലേക്ക് ബന്ധിതമാകുന്നു. അപ്പോൾ അടുത്ത വർഷം 2025 2025 സംഘപരിവാറിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളൊരു വർഷമാണ്. ഇപ്പോൾ ഈ നടക്കുന്ന ഒരു പ്രാണപ്രതിഷ്ഠ യഥാർത്ഥത്തിൽ ഒരു സംഘപരിവാർ പേഴ്സ്പെക്റ്റീവിൽ ഒരു പുതിയ യുഗപ്പിറവിയാണ്. RSSന്റെ ഒരു രൂപവൽക്കരണമോ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഹിന്ദുത്വ ഇന്ത്യയിൽ ഒരു ഹിന്ദുരാജ്യം എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാണ്ടയായിട്ട് മുന്നോട്ട് പോകുന്ന കാലം മുതൽ അവരുടെ ഒരു വലിയ അജണ്ട എന്ന് പറയുന്നത് ഇതിനൊരു പൂർണ്ണമായുള്ള ഒരു ഹിന്ദുരാജ്യമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നല്ലോ. അതിന്റെ പല ഘട്ടങ്ങൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 1980 ഹിന്ദുത്വ അല്ലെങ്കിൽ RSS സംഘപരിവാർ ആദ്യമായിട്ട് അവരുടെ ഒരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി രൂപവൽക്കരിക്കുന്ന കാലം മുതൽ ഒരു 2-3 ഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. അതിലൊരു നിർണായകമായ ഒരു കാര്യമായിട്ട് അവർ തന്നെ ചെയ്തത് യഥാർത്ഥത്തിലും ബാബരി പള്ളി പൊളിക്കുന്നതായിരുന്നു. ബാബരി പള്ളി പൊളിക്കുന്നത് യഥാർത്ഥത്തിൽ ആദ്യകാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തോ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് വന്ന കാര്യമൊന്നുമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടാകുന്ന വളരെ മൈനർ ഡിസ്പ്യൂട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രധാനമായിട്ടും ആദ്യത്തെ കേസുകൾ പോലും കൊടുക്കുന്ന സമയത്ത് അവിടെ ഒരു പള്ളി അല്ലെങ്കിൽ പള്ളിക്ക് മുൻപ് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നതെന്നോ അമ്പലം പൊളിച്ചിട്ടാണ് ഈ പള്ളി ഉണ്ടായിരുന്നതെന്നൊന്നും ആദ്യകാലത്തെ ഡിസ്പ്യൂട്ടുകൾ ഒന്നുമില്ല. ആദ്യത്തെ നമുക്കൊരു അതിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കേസുകളെല്ലാം കൊടുക്കുന്ന സമയത്തൊന്നും ഇത്തരം ഒരു ചർച്ചകൾ പോലും ഇല്ല. പക്ഷേ നമുക്ക് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് പോലെ 1948 ഗാന്ധിവധത്തിന് ശേഷം മറ്റേ ഹിന്ദു മഹാസഭയും തുടങ്ങിയിട്ടുള്ള മറ്റേ ഹിന്ദുത്വ സ്ഥാപനങ്ങളും പലരും നിരോധിക്കപ്പെടുകയും അവരുടെ ഒരു പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്താണല്ലോ ഈ ദിഗ്വിജയനാഥൻ എന്ന് പറയുന്ന ദിഗ്വിജയനാഥ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഗോരഖ്പൂർ മഠത്തിന്റെ അക്കാലത്തെ മഠാധിപതിയും ഇപ്പോഴത്തെ UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ ഗുരുവിന്റെ ഗുരുവുമായിട്ടുള്ള ദിഗ്വിജയനാഥിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണല്ലോ. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിയെ കൊല്ലുന്നതിന് 3 ദിവസം മുമ്പ് മറ്റേ ആണത്തമുള്ള ഹിന്ദുക്കൾ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലണമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തുകയും സ്വാഭാവികമായിട്ടും ഗാന്ധിവധത്തിന് ശേഷം അറസ്റ്റിലായിട്ട് ജയിലിലാവുകയും ചെയ്ത ആളാണ്. അയാൾ ഒരു 9 മാസത്തിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഹിന്ദു മഹാസഭ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള സവർക്കർ കേസ് നേരിടുകയാണ്. അങ്ങനെ പലതരം രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഹിന്ദുത്വയുടെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ട സമയത്ത് അയാളും ഈ KK നായർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന ആളുകൂടി ആലോചിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ഗൂഢാലോചന. അപ്പോൾ നമുക്കത് രാം കെ നാമിലെ ഡോക്യുമെന്ററിയിൽ ആ കൂട്ടത്തിൽ പോയിട്ടുള്ള ഒരാള് അത് പറയുന്നത് നമുക്കറിയാം. KK നായർ എങ്ങനെയാണ് അതിൽ പങ്കെടുത്തതെന്നുള്ളത്. അവർ കൂടി ആലോചിച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ പറയുന്ന ഈ രാംലല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ശിശുരാമന്റെയും സീതയുടെയും പ്രതിമ കൊണ്ടുവന്ന് ഇവർ ഈ തുളസീദാസിന്റെ മറ്റേ രാമചരിതമാനസത്തിന്റെ പാരായണത്തിന്റെ 9 ദിവസം നടക്കുന്ന ചടങ്ങ്, അതിന്റെ 9ാമത്തെ ദിവസം 1948 ഡിസംബർ
22-ാം തീയതി ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്. ഈ ദിവസം മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിലുള്ളത്. ശരിക്കും പറഞ്ഞെങ്കിൽ അതിൽ തകർത്ത് അതിനകത്ത് കൊണ്ടുവയ്ക്കുന്നതിന് മുമ്പ് അവിടുത്തെ ബേസിക്കലി ഹിന്ദുത്വകൾ പോലും അല്ലെങ്കിൽ ഹിന്ദുത്വ കക്ഷികൾ പോലും അവിടുത്തെ ഈ അപ്പുറം ഉണ്ടായിരുന്ന ചബൂത്രയുടെ മഹന്ത് പോലും അതിനു മുമ്പ് ഇതൊരു മറ്റേ അമ്പലമാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു ഡിസ്പ്യൂട്ട് പോലും ഉന്നയിച്ചിട്ടില്ല. ഇതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇത് നമുക്കറിയാം, ഒരു BJP അവരുടെ ഒരു ഫോർമേഷന് ശേഷം ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് എടുത്തു. അത് മാത്രമല്ല, അവർക്ക് കാശിയും മധുരയും അവരുടെ അജണ്ടയിൽ ബാക്കിയുണ്ട് എന്നുള്ള കാര്യം അവർ അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ആ പ്രഖ്യാപനവും ഈ രാഷ്ട്രീയ കാര്യങ്ങളിലും 80കളുടെ അവസാനം വളരെ കൃത്യമായിട്ട് നടന്നു. അതിന് സഹായകമായിട്ടുള്ള രാഷ്ട്രീയ ഫോർമേഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ സഹായം ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയുടെ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു, രാജീവ് ഗാന്ധിയുടെ സഹായം ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു ഇത് പൂർത്തിയായതിനു ശേഷം ഹിന്ദുത്വയുടെ ഒരു വളർച്ചയെ സംബന്ധിച്ച് ഇതൊരു വളരെ നിർണായകമായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അവർക്ക് മാധ്യമങ്ങളുണ്ട്, അവർക്ക് ഏതെല്ലാം രീതിയിലുള്ള പ്രൊപ്പഗാണ്ട നടത്താനുള്ള കാര്യങ്ങളുണ്ട്. ചിതറിപ്പോയൊരു പ്രതിപക്ഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമുക്ക് ഒരു പ്രതിരോധം തീർക്കാനായിട്ടുള്ള ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്തൊരു കാലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ മുഖ്യകക്ഷി കോൺഗ്രസിന് പോലും ഇതിൽ പങ്കുണ്ട്. മാത്രമല്ല, അവർക്ക് കൺഫ്യൂഷനുമാണ്. അവര് ഹിന്ദുത്വ ആകണോ അതെയോ അവര് പ്രതിരോധിക്കുകയാണോ വേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ഒരു തീരുമാനം എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഇതൊരു പ്രൊപ്പഗാണ്ടയായിട്ട് പ്രചരിപ്പിക്കാനും ഇത് ഒരു വലിയ രാജ്യത്തിന്റെ അഭിമാനമായിട്ട് പ്രചരിപ്പിക്കാനും അവർക്ക് ഈസിയാണ്. നമ്മളിത് കണ്ടതാണ്. നമ്മൾ 2019 ഇലക്ഷന് മുമ്പ് എങ്ങനെയാണ് പാകിസ്ഥാനുമായിട്ടുള്ളൊരു ഡിസ്പ്യൂട്ട് ഇവര് ഒരു രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമായിട്ട് ഉന്നയിക്കുകയും സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന വാക്കൊക്കെ ഈ രാജ്യത്ത് മുഴുവൻ ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എത്ര ഈസി ആയിട്ടാണ് അവർ ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ അഭിമാന പ്രശ്നമാണ് എന്നുള്ള മട്ടിൽ ഇത് അവതരിപ്പിക്കുകയും ഇത് ഒരു നാഷണൽ ഇഷ്യൂ ആക്കി മാറ്റുകയും ഇപ്പോൾ എയിംസിന് അവധി കൊടുക്കുക, മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കുക, ബാങ്കുകൾക്ക് അവധി കൊടുക്കുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിർത്തുക തുടങ്ങിയിട്ട് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഇതിൽ നിർണ്ണയിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുന്ന രീതിയിലേക്ക് ഇവർക്ക് മാറ്റാനായിട്ട് പറ്റുന്നു. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളുടെ ഒരു ആകുലതകളും നമ്മളുടെ പ്രശ്നങ്ങളും പങ്കുവച്ചിട്ട് പ്രതിപക്ഷത്തിലുള്ള ആൾക്കാർ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൽ എന്താണ് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാനായിട്ട് പറ്റുക എന്നതിനെ പോലും രാഷ്ട്രീയ കക്ഷികൾ തമ്മിലോ ആളുകൾ തമ്മിലോ ഒരു ധാരണയില്ലാത്ത തരത്തിലേക്കാണ് നമ്മുടെ ഒരു അവസ്ഥ നീങ്ങുന്നത്. ഇത് പൂർണ്ണമായിട്ടും അവർ മുതലെടുത്തു പോവുകയും അവർ പുതിയതൊരു ദേശീയത അവരുടെ അടുത്ത സ്റ്റെപ്പാണ് അവർ വയ്ക്കുന്നത്. ഒരു നിർണായകമായിട്ടുള്ള ഒരു ഹിന്ദു രാജ്യം എന്നുള്ളൊരു രീതിയിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന ഈ അവധികളും ഈ കാര്യങ്ങളും എല്ലാം അജിംസ് നേരത്തെ സൂക്ഷിച്ച ഒരു പുതിയൊരു ദേശീയത ഉണ്ടാക്കുന്ന രീതിയിൽ ഇതൊരു ഹിന്ദു രാജ്യം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് ഇവർക്ക് മുന്നോട്ട് വെക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിരോധിക്കാനായിട്ടുള്ള ശബ്ദങ്ങൾ വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ മീഡിയ മുഴുവൻ ഇവര് വിലക്കിയെടുത്തിരുന്നു. ഈ പറഞ്ഞ രീതിയിൽ നമ്മളൊരു തിരിഞ്ഞു നോക്കി ആലോചിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഹിറ്റ്ലറുടെ കാലത്ത് ലെനി റിവൽസൺ എടുത്തിട്ടുള്ള ഡോക്യുമെന്ററികൾ എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വലിയ മാധ്യമപ്പെട ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ഒളിമ്പിയ എടുത്തതുപോലെയോ അല്ലെങ്കിൽ ട്രയംഫ് ഓഫ് ഹിൽ എടുത്തതുപോലെയോ മോഡിയുടെയും ഹിന്ദുത്വയുടെയും ഒരു വളർച്ചയും മറ്റേ ഒരു ശക്തിയും പ്രകടിപ്പിക്കുന്ന അതിനെ ഉദ്ഘോഷിക്കുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററികൾ അവരൊരു വലിയ ചിത്രങ്ങൾ എടുക്കാനായിട്ട് തയ്യാറായിട്ട് നമ്മുടെ മാധ്യമങ്ങളുണ്ട്. അവരിതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തിന് ഇവിടെ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇവർക്ക് ഒരു 10% മുകളിൽ വോട്ട് പോലും ഒരു കാലത്തും നേരിടാൻ പറ്റാത്തൊരു സ്ഥലത്ത്, ഇവർക്കൊരു പാർലമെന്റിൽ ഒരു സീറ്റില്ലാത്തൊരു സ്ഥലത്ത്, ഇപ്പോൾ നിയമസഭയിൽ ഒരു സീറ്റില്ലാത്തൊരു സ്ഥലത്ത് പോലും ഈ പ്രൊപ്പഗാണ്ട ഇത്രമാത്രം നടത്താനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാവണമെങ്കിൽ ദേശീയ തലത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള മുഴുവൻ പത്രക്കാരും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇത് പല ടെലിവിഷൻ സ്റ്റുഡിയോകളും ഇപ്പോൾ ഏതാണ്ട് രാമക്ഷേത്രത്തിന്റെ മാതൃകയിൽ മാറ്റിക്കഴിഞ്ഞു. പലരും പല കോസ്റ്റ്യൂമുകളിലും പല കാര്യങ്ങളും പറയുന്നു. കേരളത്തിൽ നിന്നുള്ള മനോരമയുടെ റിപ്പോർട്ടർ അവിടെ നിന്ന് പറയുന്നത് കേട്ടു, ഇതൊരു രാമൻ തന്റെ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് എന്നുള്ളത്.
നമ്മൾ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ജേർണലിസ്റ്റുകൾ മാറുകയാണെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ മാറുകയാണെങ്കിൽ എത്രമാത്രമാണ് നമ്മളുടെ ഒരു അവസ്ഥ അധപ്പതിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ മനോരമയുടെ റിപ്പോർട്ടർക്ക് അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിലുള്ള ആ ഒരു ചാനലുകളുടെ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ ആളുകളോ എന്തൊക്കെയായിരിക്കും അവിടെ നിന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇവര് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് ദൂരദർശൻ പോലും മോഡിയെ വിശേഷിപ്പിച്ചത് ജാജുമാൻ എന്നുള്ളതാണ്. ജാജുമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ യജ്ഞം നടക്കുന്ന സമയത്തുള്ള യജമാനൻ എന്നുള്ളതാണ്. ഈ യജ്ഞം നടത്തുന്ന യജമാനാണ് പിന്നീട് ഈ അശ്വമേധങ്ങൾ നടത്തുക, പിന്നീട് മറ്റേ അടുത്ത ക്രിമിനൽ ആക്ടിവിറ്റികളെല്ലാം നടത്തിയിട്ട് മുഴുവൻ വെട്ടിപ്പിടിക്കുന്നത്. ഈ യജ്ഞം നടത്തുന്ന യജമാനായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നു. അത് വിളിച്ചു പറയുന്നത് ഇന്ത്യയിലെ നാഷണൽ ടെലിവിഷനാണ്, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നമ്മളുടെ ഒരു സ്ഥാപനമാണ് ഇക്കാര്യം പറയാൻ തയ്യാറാവുന്നത്. ആ തരത്തിലേക്ക് ഒരു ഔദ്യോഗികമായിട്ടുള്ള മീഡിയ ആയിക്കോട്ടെ, ഇവിടുത്തെ സ്വകാര്യ ചാനലുകളായിക്കോട്ടെ, എല്ലാവരും ഈ തരത്തിലേക്ക് മാറുകയും ഹിന്ദുത്വയുടെ ഒരു പ്രഘോഷണങ്ങൾ നടത്താനായിട്ട് തരത്തിലേക്ക് അവരുടെ ഒരു PR ടീമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇതൊരു പുതിയ ദേശീയ സംവിധാനം BJP കൊണ്ടുവരുന്നു, അതിന്റെ പ്രചരണം ഇവർ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ശരി ശ്രീജിത്ത്. ശ്രീ വിശ്വഭദ്രാനന്ദ ശക്തിബോധി, ഇതൊരു വല്ലാത്ത ദശാസന്ധിയാണ്. ആ ദശാസന്ധി ഇന്ന് തുടങ്ങിയതല്ല, അതിനൊരു ചരിത്രവുമുണ്ട്. പക്ഷേ ഇങ്ങനെ വരുന്നൊരു മാറ്റം, ഈ മാറ്റം രാജ്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ, രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന ഒന്നാണെന്നുള്ള ചർച്ച കുറേ മുമ്പേ മുഖരിതമാണ് നമ്മുടെ പൊതുമണ്ഡലത്തിൽ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഒരു വശത്ത് ഇതാര് മാറ്റും എന്നുള്ളതാണ്. ഇത് മാറ്റാൻ ആർക്കാണ് കഴിയുക? അത് രാഷ്ട്രീയ പ്രവർത്തകർക്കാണോ കഴിയുക? ഇതല്ല ഇന്ത്യയുടെ പാരമ്പര്യം. ഇങ്ങനെയല്ല നമ്മുടെ വിശ്വാസം, നമ്മുടെ മതബോധം, നമ്മുടെ സംസ്കാരം. അതായത് സാംസ്കാരിക രംഗത്ത് വരുന്ന ഈ മാറ്റം അത് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മാറ്റാൻ കഴിയുമോ? എങ്കിൽ ആരാണിത് മാറ്റേണ്ടത്? അല്ല, ഇതിൽ മാറ്റം വരുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതും ഒരു ഡീകൺസ്ട്രക്ഷൻ സാധ്യമാവൂ. ഭാഗ്യം കൊണ്ടോ ദൗർഭാഗ്യം കൊണ്ടോ നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. അത് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്ഷനെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നതിന് പല വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഒരു വഴി അംബേദ്കറുടെ വഴിയാണ്. ഞാൻ എൻ്റെ എളിയ ബുദ്ധി ഉപയോഗിച്ച് അംബേദ്കറെ മുഴുവൻ വായിച്ചിട്ടുള്ള ഒരാളാണ്. സണ്ണി എം കവിക്കാട് അത്ര അക്കാര്യത്തിൽ എനിക്ക് അറിവുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെങ്കിലും എൻ്റെ സുഹൃത്തായ അദ്ദേഹത്തിനോട് സംവദിക്കാൻ വേണ്ടുന്ന തരത്തിൽ അംബേദ്കറെ എനിക്ക് പരിചയമുണ്ട് എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് നാരായണ ഗുരുവിൻ്റെ വഴിയാണ്. വേറൊരു വഴി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ വഴിയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വേറൊരർത്ഥത്തിലാണെങ്കിലും മഹാത്മാഗാന്ധിയുടെ വഴി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു രാമരാജ്യ ആഖ്യാനം സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഒരു മതരാഷ്ട്രവാദമായിട്ട് മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇപ്പോൾ ഞാൻ ഗാന്ധിജിയെ, അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുള്ള ഒരാളാണ്. 100 വോള്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അതൊക്കെ നമുക്ക് വായിച്ചു തീർക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ സംഗ്രഹങ്ങളൊക്കെ ആവുന്നത്ര നോക്കാനും വിശദാംശങ്ങളിൽ ഒരു പരിശോധന വേണ്ടി വരുന്ന സമയത്ത് ഗാന്ധിജിയുടെ വോള്യങ്ങളെ ആശ്രയിക്കാനും ഒക്കെയുള്ളൊരു സൗകര്യം എനിക്ക് ഭാഗ്യം കൊണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം? അതായത് ഗാന്ധിജി പരമതങ്ങളോട്, അഥവാ ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളോട് കുറേയും കൂടി അനുഭാവപൂർണമായ, അല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു സൗഹൃദ മനോഭാവത്തോടു കൂടിയ സമീപനം സ്വീകരിച്ചിരുന്നു. നിരീശ്വരവാദികളെയും അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഗോറയും ഗാന്ധിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്. മുൽക്ക് രാജ് ആനന്ദുമായിട്ടുള്ള ബന്ധം ഒക്കെ അത് സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഗാന്ധിജി അങ്ങനെ ഒരു വലിയൊരു വിശാലത കാണിച്ചിരുന്നു. ഈ വിശാലതയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം രാമനെ സ്വയം ഉൾക്കൊണ്ടിരുന്നത്. ആ ഉൾക്കൊള്ളൽ ഗോഡ്സെക്ക് ഇഷ്ടമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗാന്ധി സസ്യാഹാര ശീലത്തിൽ നിർബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു. അതുപോലെ ഗാന്ധി രാമരാജ്യവാദിയായിരുന്നു. ഗാന്ധി വർണ്ണാശ്രമ വ്യവസ്ഥയെ ന്യായീകരിച്ചിരുന്നു. ഗാന്ധിജി ദളിത് ജനങ്ങളെപ്പോലും മതവൽക്കരിക്കാൻ വേണ്ടി അവരുടെ അവശ്യ സ്വത്വം വിമോചനത്തിന് പ്രേരിപ്പിക്കുന്ന അവരുടെ യഥാർത്ഥ സ്വത്വത്തെ മറയ്ക്കുന്ന തരത്തിൽ അതിനൊരു ഹരിവംശത്തിൻ്റെ പ്രതീതി നൽകാൻ ശ്രമിച്ചിരുന്നു. ഇങ്ങനെ ഏതർത്ഥത്തിൽ നമ്മൾ ഗാന്ധിജി എടുത്ത് വായിച്ചാലും ഗോഡ്സെയുമായിട്ട് ഗാന്ധിജിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. പക്ഷേ ഈ ഒറ്റ കാര്യത്തിലാണ് ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിൽ തെറ്റുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മതസൗഹാർദ്ദമില്ലാത്ത ഗാന്ധിയാണ് ഗോഡ്സെ. ഞാനത് പറയുമ്പോൾ അത് കുറച്ച് കടന്നു പോകുമെന്ന് എനിക്കറിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. പക്ഷേ ഇവിടെ സംഭവിച്ചത് അതാണ് ശരിക്ക്. ഇപ്പോൾ ബ്രാഹ്മണ ബനിയ സമൂഹം അഥവാ ഉയർന്ന ജാതിക്കാർ തന്നെയാണ് കോൺഗ്രസ്സിനെ അധികാരത്തിൽ ഏൽപ്പിച്ചത്. ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് പോയേ കാണാം. അവിടുത്തെ ഗാവുകളിൽ ഒരു ജമീന്ദാർ അല്ലെങ്കിൽ ഒരു ജന്മി ഒരു പ്രഖ്യാപനം നടത്തിയാൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവിടെ വോട്ടൊന്നും നടക്കില്ല. അപ്പോൾ ആരാണ് ജന്മിയുടെ രാഷ്ട്രീയ നേതാവ് അയാൾ ജയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉത്തരേന്ത്യയിലുള്ളത്. ഇപ്പോൾ ജന്മിയുടെ രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ്സിന് പകരം BJP ആയി. അതാണിപ്പോൾ സംഭവിച്ചത്. രാജീവ് ഗാന്ധിക്ക് പറ്റിയ അബദ്ധം എന്നും അല്ലെങ്കിൽ അതിനുശേഷം നരസിംഹറാവുവിന് പറ്റിയ വലിയ അബദ്ധം എന്നും ഒക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതായത് ഇന്ത്യ ഇപ്പോഴും നമ്മൾ അപലപിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കേണ്ട ആ ജാതി വ്യവസ്ഥയുടെ ബ്രാഹ്മണിക്കൽ മേൽക്കോയ്മാപരമായ ജാതി വ്യവസ്ഥയുടെ ഘടനയിൽ നിന്ന് മാറിയിട്ടില്ല. അതിനെ പക്ഷേ മാറ്റം വരുത്താൻ മൊത്തം പാരമ്പര്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് സാധ്യമാകുമോ എന്നിടത്താണ് ഞാനും സണ്ണിയൊക്കെ ചിലപ്പോൾ ഒരു സംവാദാത്മകമായ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കേണ്ടി വരുന്നത്. കാരണം എന്താ വെച്ചാൽ ആ ട്രഡീഷനെ മൊത്തം തള്ളിക്കൊണ്ട് ഒരു ചരിത്രജീവിയും സമൂഹജീവിയും കൂടിയായ മനുഷ്യന് എത്രത്തോളം സ്വയം രൂപപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും കഴിയും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെയാണ് ഈ നല്ല രാമനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. കവിതയിലെ രാമനല്ല രാഷ്ട്രീയത്തിലെ രാമൻ എന്ന് പറയേണ്ടി വരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് രാമനെ കൊണ്ടുവന്നപ്പോൾ ഗാന്ധി ഉദ്ദേശിച്ചതല്ല ഇവിടെ അദ്വാനിയും അശോക് സിംഗാളും നരേന്ദ്രമോദിയും ഒക്കെ ഈ രാമനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് എടുത്ത് പറയേണ്ടി വരുന്നത്. പക്ഷേ ഇതിനെ എങ്ങനെ മാറ്റം വരുത്താം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, നാരായണ ഗുരുവിൻ്റെയും അംബേദ്കറുടെയും ഗാന്ധിജിയുടെയും ധാരകളെ വളരെ ജനാധിപത്യപരമായ ആധുനിക വീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം വരുന്ന തലമുറയിൽ വളർത്തിയെടുത്തുകൊണ്ട് വേണം അത് മാറ്റാൻ. അതിനു വേണ്ടുന്നൊരു വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാ പാഠശാലകളാണ്, ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനയുടെ പാഠശാലകളാണ് ഇതിന് പരിഹാരം എന്നാണ് എനിക്ക് പറയാൻ. ഈ ശക്തിബോധി ഒരു ബഹുഭൂരിഭാഗവും വിശ്വാസികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങ് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മാറ്റണമെന്നാണ്. അതിന് പകരം ഈ പറയുന്ന വിശ്വാസി സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു സാമൂഹിക പരിഷ്കരണത്തിന് ഇനിയും സാധ്യതയില്ലേ? അത് ആര് നടത്തും? വിശ്വാസി സമൂഹത്തിന് അതിന് മാത്രമായിട്ടുള്ള ഒരു പരിവർത്തന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയില്ല എന്നാണ് അജിംഷാദെ ഞാൻ സൂചിപ്പിച്ചത്. അതായത് വിശ്വാസികളെ മാറ്റിവെച്ചുകൊണ്ടുള്ള വിശ്വാസരഹിതമായൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടെ പരിഹാരം കാണണമെന്നല്ല ഞാൻ വിവക്ഷിച്ചത്. അതാണ് ഞാൻ നാരായണ ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും അംബേദ്കറുടെയും കാര്യം എടുത്ത് പറഞ്ഞത്. 3 പേർക്കും ആത്മീയതയുണ്ടായിരുന്നു, പക്ഷേ 3 തലങ്ങളിലുള്ള ആത്മീയതയായിരുന്നു അത്. അതെന്താണെന്ന് ശരിക്കും അതിൻ്റെ വ്യതിരിക്തതകൾ, വ്യത്യസ്തതകൾ, ഐക്യഭാവങ്ങളും വിരോധഭാവങ്ങളും
അഥവാ ഐക്യഭാവങ്ങളും വ്യത്യസ്ത ഭാവങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് പരിഷ്കരണം എന്ന് പറയുന്നത് മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥയോട് കണ്ണി ചേർന്നുകൊണ്ടുള്ള ഒരു മതപരിവർത്തനമാണ് നമുക്ക് ആവശ്യം. ഇനി മതം ഒരു ഭരണകൂടമാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ജനങ്ങൾ എന്താ പറയുക, ഭരണകൂടമാവണം. ജനങ്ങൾക്ക് മതമുണ്ടാവാം, മതമില്ലാത്തവരുണ്ടാകാം. പക്ഷേ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അഥവാ പൗരന്മാരുടെ ഭരണകൂടം വരണം. പൗരന്മാരിൽ വിശ്വാസികളുണ്ടാവും, അവിശ്വാസികളുണ്ടാവും, ഏത് മതത്തിലുള്ളവരും ഉണ്ടാവും, ഒരു മതവും ഇല്ലാത്തവരും ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിലുള്ളൊരു പരിഷ്കരണത്തിന് നാരായണ ഗുരു ഇപ്പോൾ സഹോദരൻ അയ്യപ്പനെ കൂടെ നിർത്തി സാമൂഹിക പരിവർത്തനം നടത്തിയതുപോലെ നടത്താനുള്ള സാധ്യതകൾ എല്ലാ മതവിഭാഗങ്ങളും ആരായണം എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. ശ്രീ സണ്ണി എം കബിക്കാട്, ഇന്ത്യയുടെ ഒരു മതേതരത്വം, ആ മതേതരത്വത്തിന് ഈ സ്വാതന്ത്ര്യ സമരത്തിന് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മാത്രം ഒരു ചരിത്രമല്ലല്ലോ ഉള്ളത്. ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു ആധുനിക രാജ്യം തന്നെയാണ് ഇന്ത്യ എന്ന് സമ്മതിക്കേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേര് കിടക്കുന്നത് എവിടെയാണ്? ആ വേര് കണ്ടെത്തുക എന്നുള്ളതല്ലേ പുതിയ കാലത്ത് ആ മതേതരത്വം പുനഃസ്ഥാപിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ കർത്തവ്യം? ഇന്ത്യയെ സംബന്ധിച്ച് ഈ സംഘപരിവാർ ശക്തികളും ഇന്ത്യയിലെ സാംസ്കാരിക പ്രമുഖരും പ്രബല ചരിത്രകാരന്മാരും സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ചരിത്ര ബോധ്യം ഇത്തരം സംഗതികളെ ഇപ്പോൾ താങ്കൾ ചോദിച്ച ഇന്ത്യയുടെ മത പാരമ്പര്യത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, മതേതര പാരമ്പര്യത്തിൻ്റെ അംശങ്ങൾ അതിലുണ്ടോ, ജനാധിപത്യത്തിൻ്റെ അംശങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കാറില്ല എന്നതാണ് കാര്യം. അവരെ അഭിമുഖീകരിക്കാതിരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഈ സനാതന ഹിന്ദുത്വം എന്ന സങ്കല്പത്തിലുള്ള അവരുടെ ഒരു അന്ധവിശ്വാസമാണ്. സനാതന ഹിന്ദുത്വത്തിൽ എല്ലാത്തിനും പരിഹാരങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് അവർ ചരിത്രത്തെ തന്നെ സമീപിക്കുന്നത്. അങ്ങനെ സനാതന ഹിന്ദുത്വത്തിലൂടെ ഒരു ഇന്ത്യയെ, വേദങ്ങളുടെ ഇന്ത്യയെ, വൈദിക പാരമ്പര്യത്തിൻ്റെ ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുകയാണ് നമ്മുടെ ചരിത്രകാരന്മാർ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് മാറി ആലോചിക്കാത്തവരില്ല ഇന്ത്യക്കകത്ത്. അങ്ങനെ ഒരു വൈജ്ഞാനിക ചരിത്രം തന്നെ ഇന്ത്യക്കുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും ആ വൈജ്ഞാനിക ചരിത്രത്തോട്, ആ ദൈക്ഷണിക ചരിത്രത്തോട് നീതി പുലർത്തുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ആദിമ വേരുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ബുദ്ധന്റെ ആദിമ സംഘങ്ങളിലാണെന്ന് ഡോക്ടർ BR അംബേദ്കർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് യുക്തിഭദ്രമായി അല്ല എന്ന് പറയുവാനോ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് സമ്മതിക്കുവാനോ നമ്മൾ തയ്യാറല്ല. അതിന് ഒരേ ഒരു കാരണം ഡോക്ടർ BR അംബേദ്കർ ആണ് അത് പറയുന്നത് എന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും അടഞ്ഞ അന്ധവിശ്വാസികളായ ഇന്റലക്ച്വൽസ് ഉള്ളൊരു സ്ഥലം വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഞാൻ അദ്ദേഹം അത് പറയുന്നുണ്ട്. നമ്മൾ ബുദ്ധിസത്തിന്റെ ആദ്യകാല ബുദ്ധിസത്തിന്റെ ചരിത്രത്തെ എടുത്താൽ അദ്ദേഹം വേറെ ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തെ ആക്രമിക്കണമെന്നോ പ്രത്യാക്രമണം നടത്തണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. ഹൂ ഷുഡ് ബി എ ഹ്യൂമൻ ബീയിങ്, വാട്ട് ഷുഡ് ബി എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ എന്തായിരിക്കണം എന്ന അഗാധമായ തത്വശാസ്ത്ര ചോദ്യത്തിനാണ് ഉത്തരം ബുദ്ധൻ തേടിയത്. ആ പാരമ്പര്യത്തെ നിഷ്കരുണം ഇന്ത്യയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും മനുഷ്യൻ മേൽക്കീഴ് ബന്ധങ്ങളിലൂടെ മാത്രം ജീവിക്കേണ്ട ജന്തുവാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന സനാതന ധർമ്മത്തിൽ എന്തോ ദിവ്യമായ അറിവുണ്ടെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ കിണിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. 2, ഇന്ത്യക്കകത്ത് 100 കണക്കിന് 10,000 വിശ്വാസധാരകളുണ്ട്. ആ വിശ്വാസധാരകളെ പരസ്പരം ബഹുമാനിക്കുവാൻ കഴിയുന്ന ഒരു സിവിക് ബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു നേരത്തെ. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കേരളം പോലും അതിന് ഉദാഹരണമാണ്. കേരളത്തിലെ ദളിതരടക്കമുള്ളവർ അതിഭീകരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ തന്നെ വ്യത്യസ്ത മതവിശ്വാസധാരകൾ ഇവിടെ നിലനിന്നിരുന്നു, ഏറെക്കുറെ സമാധാനപരമായി. അയോധ്യയിലെ മനുഷ്യർ പറയുന്നത് അയോധ്യ പ്രശ്നം രൂക്ഷമാകുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുകയായിരുന്നു.
അയോധ്യയുടെ പേരും പറഞ്ഞ് പുറത്തുനിന്ന് വന്ന ഗൂഢസംഘങ്ങളാണ് ഇവിടെ മുസ്ലിം വിരുദ്ധ കലാപങ്ങൾ നടത്തിയത് എന്നവർ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ സമാധാനപൂർവ്വം ജീവിച്ചിരുന്നു. അതിനെ തകർക്കുന്ന വലിയൊരു പദ്ധതിയാണ് രാമനെ കേന്ദ്രീകരിച്ച് ഇവർ സംഘപരിവാർ ശക്തികൾ ഉയർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളെ ആദരപൂർവ്വം കാണാൻ കഴിയുന്ന ഒരന്തരീക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുകയും ഇതിൻ്റെ എല്ലാം ഉടമസ്ഥത ഹിന്ദുത്വത്തിനാണ്. അത് വിവേകാനന്ദനാണ് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള മതങ്ങളൊക്കെ കുട്ടികളാണെന്നും വളർച്ചയെത്തിയ മതം ഹിന്ദുമതമാണെന്നും ബാക്കിയുള്ള മതങ്ങളൊക്കെ വളർന്ന് ഏറ്റവും അവസാനം ഹിന്ദു മതത്തിൽ ലയിക്കുമെന്ന് പറഞ്ഞ ഭാവന ലോകത്തോട് പറഞ്ഞത് വിവേകാനന്ദനാണ്. ഒരു തരത്തിലും അന്യമതങ്ങളുടെ സമ്പൂർണമായ അസ്തിത്വത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് പറയാൻ നമ്മൾ എന്തിനാ മടിക്കുന്നത്? അല്ല, വിവേകാനന്ദൻ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ പേര് ബുദ്ധനിലാണെന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കണ്ട വളരെ കൗതുകകരമായ ഒരു കാര്യം, വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ബലരാമന് പകരം ബുദ്ധനെ അവതരിപ്പിച്ചുകൊണ്ടുന്ന ഒരു പത്രത്തിൽ ഒരു കാരിക്കേച്ചർ കണ്ടു. അപ്രോപ്രിയേഷൻ നടക്കുകയാണ്. നിങ്ങൾ എവിടെ പോയി ബുദ്ധനെ തിരയും ഇനി? എന്നെനിക്ക് ഓഡിബിളായിരുന്നില്ല. അതായത് ബുദ്ധിസത്തിലാണ് ജനാധിപത്യത്തിന്റെ പേര് എന്നങ്ങ് പറഞ്ഞു. ഇന്ന് ഞാൻ കണ്ട ഒരു കാരിക്കേച്ചർ ഒരു പത്രത്തിൽ കണ്ടതാണ്. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ബലരാമന് പകരം ചേർത്തിട്ടുള്ള ബുദ്ധനെയാണ്. അപ്രോപ്രിയേഷനാണ്. നിങ്ങൾ എവിടെ ഇനി ബുദ്ധനെ തിരയും? അല്ലല്ല, രാമന് പകരം മറ്റൊരു ബുദ്ധനെ സ്ഥാപിക്കണമെന്ന് യാതൊരു ഉദ്ദേശവും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യരുത് എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. മറിച്ച് ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരിവിടെ ഉണ്ടെന്നും അവർക്ക് തുല്യമായ പരിഗണന കൊടുക്കണമെന്നുമാണ് ഞാൻ പറഞ്ഞത്. ഈ രാമനിൽ വിശ്വസിക്കുന്ന രാമഭക്തർ ഇവിടെ ഉണ്ട്. അവർക്ക് തുല്യമായ രാമഭക്തരെല്ലാം കൂടി രാമന്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് നമ്മൾ ഒരു കുറ്റമായൊന്നും കാണേണ്ടതില്ല. നമുക്ക് താല്പര്യമില്ല, നമ്മൾ പോകണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നടക്കുന്ന അതല്ല. നമ്മൾ പറയുന്നൊരു വാചകം, ഇന്ന് മീഡിയയിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട വാചകം അയോധ്യയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നാണ്. അത് തെറ്റായ പെർസെപ്ഷനാണ്. രാഷ്ട്രീയം അയോധ്യയായി മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യൻ രാഷ്ട്രീയം അയോധ്യയായി മാറിയിരിക്കുന്നു. അല്ലാണ്ട് അയോധ്യയെ കേവലം രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇനി അയോധ്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് രാഷ്ട്രീയ ചർച്ചയായി മാറാൻ പോകുന്നത്. ഇങ്ങനെയാണ് അവർ കളം പൂർണ്ണമായും പിടിച്ചടക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ഇതിനു മുമ്പ് സംസാരിച്ച ശ്രീജിത്ത് പറഞ്ഞതുപോലെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്ന ഒരു പ്രതിപക്ഷവും താത്വികമായി വ്യക്തതയില്ലാത്ത ബുദ്ധിജീവികളും ഇവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ വ്യത്യസ്ത വിഭാഗങ്ങളെ, വ്യത്യസ്ത വിശ്വാസധാരകളെ അംഗീകരിക്കുന്ന സെക്കുലാർ എന്ന് വിളിക്കാവുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ഇന്ത്യയിൽ ഈ ഋഷിമാരുടെ പാരമ്പര്യം മാത്രമല്ല, 12 കൊല്ലത്തിൽ ഒരിക്കൽ വിവസ്ത്രരായി ഇറങ്ങി വരുന്ന സന്യാസിമാരുടെ പാരമ്പര്യം മാത്രമല്ല ഇന്ത്യക്കുള്ളത്. വർദ്ധമാന മഹാവീരന്റെയും ബുദ്ധന്റെയും ഗുരുനാനാക്കിന്റെയും ഒക്കെ നിരവധിയായ ധാരകൾ, പ്രാദേശികമായ നിരവധി ധാരകൾ, വിശ്വാസ സമൂഹങ്ങൾ ഉള്ളൊരു നാടാണ് ഇന്ത്യ. ഇതിന്റെ മുഴുവൻ ഉടമസ്ഥത ഈ സവർണ ഹിന്ദുവിനാണെന്ന് പറഞ്ഞാൽ അത് എന്തിനു സമ്മതിച്ചു കൊടുക്കണം? ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈ ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ സവർണ ഓളിഗാർക്കിയെ വെല്ലുവിളിച്ച, സവർണ ഓളിഗാർക്കി എന്നുള്ള പദം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സവർണ ഓളിഗാർക്കി അവരേത് പാർട്ടിയായാലും സവർണാധിപത്യം അപകടപ്പെടുമ്പോൾ ഒരുമിച്ച് കൂടുന്ന മനോനിലയാണത്. അപ്പോൾ ഇതിനെ ഈ അപകടപ്പെടുമ്പോൾ അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ വിമർശിച്ചവർ രാമനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ജ്യോതിബ ഫൂലെ രാമന്റെ രാജ്യത്തിന് വേണ്ടിയല്ല വാദിച്ചത്, ബാലിയുടെ രാജ്യം വരണമെന്നാണ് പറഞ്ഞത്. റിഡിൽ ഓഫ് രാമൻ കൃഷ്ണ എന്ന പുസ്തകം എഴുതിക്കൊണ്ട് 1930-കളിൽ തന്നെ രാമനും കൃഷ്ണനും ഒരു യോഗ്യതയുമില്ല, മനുഷ്യർ, ദൈവം എന്ന് പറയാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആൾക്കാരാണെന്ന് ഡോക്ടർ അംബേദ്കർ തുറന്നെഴുതുന്നുണ്ട്. EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാന ശിഷ്യനായ സഹോദരനയ്യപ്പൻ, ഇവരെല്ലാം രാമന്റെ പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞവരാണ്. ഇതൊന്നും നമ്മൾ കാണാതെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യ സങ്കല്പം മറ്റെന്തോ ആണ് എന്ന് മാത്രം പറയുന്നൊരു ഗാന്ധി ബഹിഷ്കരിക്കപ്പെടേണ്ട ആളാണെന്നൊന്നും ഒരു വാദവും എനിക്കില്ല. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട്. രാമനെ വീണ്ടും രാഷ്ട്രീയത്തിന്റെ കേന്ദ്രപ്രമേയമാക്കിയതിൽ, സനാതന ഹിന്ദുത്വത്തെ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രപ്രമേയമാക്കിയതിൽ
ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇല്ലാതാക്കാനാവില്ല. അത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയിലെ മതേതര ഭരണഘടനാ വാഴ്ചയെ തകർക്കുന്ന ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കാൻ പ്രാപ്തിയുള്ള ഒരു പൗരസമൂഹത്തെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ കനത്ത വെല്ലുവിളി. അതിനകത്ത് നിർദ്ദയമായ ആത്മവിമർശനങ്ങൾ നടത്താൻ ഇന്ത്യക്കാർ തയ്യാറാവണം. അതിലൂടെ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിയൂ എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നത്. ശരി, ശ്രീജിത്ത്, ഈ രാം കെ നാം എന്ന ഡോക്യുമെൻ്ററി കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, അതിൽ പട്നയിൽ CPI നടത്തുന്ന, CPIയോ അതോ ഇടത് പാർട്ടികളുടേതോ വ്യക്തതയില്ല, നടത്തുന്ന ഒരു യോഗത്തിൽ AB ബർദാൻ പ്രസംഗിക്കുന്നതാണ്. ബർദാൻ നല്ല സുന്ദരമായ ഹിന്ദിയിൽ തൻ്റെ മുമ്പിലുള്ള ജനക്കൂട്ടത്തോട് വലിയ ഇമോഷണലായി എന്താണ് ഇന്ത്യയെന്നും ഇന്ത്യ എങ്ങനെ നിലനിൽക്കണമെന്നും ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന കാര്യം, മന്ദിർ വഹി ബനേങ്കെ എന്ന മുദ്രാവാക്യം എത്രമാത്രം ഇന്ത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം വളരെ സരളമായ ഭാഷയിൽ പ്രസംഗിക്കുന്നുണ്ട്. രസകരമായ കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം AB ബർദൻ്റെ ചരമവാർഷികത്തിൽ RSS തലവൻ മോഹൻ ഭഗവത് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പം മുമ്പ് സണ്ണി കവിക്കാട് പറഞ്ഞ ജ്യോതിബായ് ഫൂലെയും സാവിത്രി ഫൂലെയും അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ജന്മദിനത്തിലും ചരമവാർഷികത്തിലും ട്വീറ്റ് ചെയ്യുന്നു. ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പ്രതിരോധം എന്ന ആശയധാര തിരഞ്ഞു പോകുമ്പോൾ നമ്മളത് കാണുന്നത് ഇതെല്ലാം ഇതിൽ ലയിച്ചതായിട്ടാണ്. എന്തു ചെയ്യും? അല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഹിന്ദുത്വ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉള്ള വാദമാണ് സത്യമായിട്ടൊരു കാര്യമാണ്. ഇപ്പം സണ്ണിച്ചേട്ടൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെ നമ്മൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് തയ്യാറായില്ലെങ്കിൽ നമുക്ക് ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ പറ്റില്ല. അത് നേരത്തെ ഈ പറഞ്ഞ രീതിയിൽ അംബേദ്കർ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന കാലത്ത് തന്നെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യങ്ങളാണിത്. എല്ലാത്തിനെയും അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അംബേദ്കറുടെ ആശയങ്ങൾ മുഴുവൻ തള്ളിക്കളയുക, അംബേദ്കറുടെ ആശയങ്ങളെ കുറിച്ച് പറയാതിരിക്കുക, അംബേദ്കറുടെ ജന്മദിനവും ചരമദിനവും ആചരിക്കുക, അംബേദ്കറുടെ മറ്റേ ഫോട്ടോ വെച്ചിട്ട് UPയിലെയും മധ്യപ്രദേശിലെയും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സമയത്തും BJPയും RSSും വ്യത്യസ്ത പരിപാടികൾ നടത്തുന്നുണ്ട്. അംബേദ്കറുടെ പേരില് ദളിതരെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അംബേദ്കറുടെ ആശയങ്ങൾ ഒരിക്കലും ഇവര് പുറത്തു പറയില്ല. അത് ഗോഡ്സെ പൂജിച്ചതിന് ശേഷം, സവർക്കറെ പൂജിച്ചതിന് ശേഷം വന്നിട്ട് ഗാന്ധിയുടെ മറ്റേ വന്ന് വിളക്ക് കൊളുത്താനായിട്ട് ഇവർക്കൊരു മടിയുണ്ടാവില്ല. ഇവർക്ക് മറ്റേ അദ്വാനി എല്ലാ കാലത്തും മറ്റേ എനിക്ക് 2 ശങ്കരന്മാരെ ഉണ്ടായിട്ടുള്ളൂ, അത് ആദിശങ്കരനും EM ശങ്കരനുമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഉയർത്തിപ്പിടിക്കാനോ അല്ലെങ്കിൽ അയാളെ അപ്രോപ്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അവർ ബർദന്റെ പുറത്ത് ശ്രമം നടത്തും. എല്ലാ കാലത്തും ഇവര് ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളായിട്ട് പറയാനായിട്ട് നമ്മൾ മറന്നു പോകുന്നു. ഇപ്പൊ ഗാന്ധിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഗാന്ധി അല്ലെങ്കിൽ രാമരാജ്യം ഉണ്ടാക്കാനായിട്ട് ഗാന്ധി പറഞ്ഞു. ഗാന്ധിയുടെ അവസാനത്തെ ഏറ്റവും വലിയ ആക്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന് ഒരു സുരക്ഷ ഒഴിപ്പാക്കുക എന്നുള്ളതായിരുന്നു. ഗാന്ധി കൊല്ലപ്പെടുന്നതിന് 12 ദിവസം മുമ്പാണ് ഗാന്ധിയുടെ അവസാനത്തെ നിരാഹാരം അവസാനിക്കുന്നത്. ഇപ്പൊ ചമ്പാരനിൽ തുടങ്ങിയിട്ട് അവസാനം ബിർള മന്ദിറിൽ വരെയുള്ള പലവധി നിരാഹാര സമരങ്ങൾ ഗാന്ധി നടത്തിയാൽ അവസാനത്തെ നിരാഹാരം അവസാനിക്കുന്നത് 1948 ജനുവരി 18-ാം തീയതിയാണ്. തുടർന്ന് പിന്നെ 12 ദിവസത്തിനുള്ളിൽ പുള്ളി കൊല്ലപ്പെടും. ആ 18-ാം തീയതി മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ അടുത്ത് നിന്ന് നാരങ്ങ നീര് വാങ്ങിച്ചു കുടിച്ച് ഗാന്ധിജി മറ്റേ നിരാഹാരം മറ്റേ സത്യാഗ്രഹം അവസാനിപ്പിക്കാനുള്ളതിൽ ഒപ്പിടുന്നത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിന്റെ വീടുകൾ ഡൽഹിയിൽ കയ്യേറിയത്, ഹിന്ദുക്കൾ കയ്യേറിയത് അത് ഒഴിഞ്ഞു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ്. അത് ഒന്നാമത്തെ കാര്യമായിരുന്നു. രണ്ടാമത്തെ കാര്യം, മുസ്ലിങ്ങൾക്ക് സ്വൈര്യവിഹാരം
ഉറപ്പുവരുത്തണം. ഡൽഹിയിലും പരിസരങ്ങളിലും യാതൊരു തരത്തിലുള്ള മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള എല്ലാവിധ ആക്രമണം ഒഴിവാക്കണം. മെഹ്റോളിയിലെ മറ്റേ കുതിജിതൻ മതിലുള്ള മറ്റേ ഉറൂസ്, മുടങ്ങിപ്പോയ ഉറൂസ് പുനഃസ്ഥാപിക്കണം എന്നുള്ളത്. ഇത്തരത്തില് നമ്മളിപ്പോൾ ഈ പറയുന്ന മുഴുവൻ കാര്യത്തിനും എതിരായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഗാന്ധി തന്നെ അവസാനം കാലത്ത് പറയുന്നുണ്ട്, പുള്ളി പല കാര്യങ്ങളും കോൺട്രഡിക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവസാനം പറഞ്ഞത് മാത്രം പരിഗണിച്ചാൽ മതിയെന്ന്. അവസാനം പറഞ്ഞത് മാത്രം പരിഗണിച്ചാൽ ഗാന്ധി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിലുള്ള സ്വൈര്യജീവിതം ഉറപ്പാക്കാനും ഇവിടെ ഈ രാജ്യം എന്ന് പറയുന്നത് മറ്റേ ഇവിടത്തെ ഒരേപോലെ തന്നെ പൗരത്വം അവകാശപ്പെടുന്ന തരത്തിലേക്ക് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിനും ഒരേപോലെ തന്നെ ഒരു പൗരത്വമുണ്ട് എന്ന് ഉറപ്പുവരുത്താനുമുള്ള ഒരു ശ്രമമായിരുന്നു. ഇതിനെയാണ് ഈ എല്ലാ കാലത്തും BJP ഭയപ്പെട്ടിരുന്നതും, BJP അല്ലെങ്കിൽ ഹിന്ദുത്വ ഭയപ്പെട്ടിരുന്നതും അവര് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരൊരു രാമ എന്ന് പറയുന്ന ഒരു സംഭവത്തെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പൊ രാം എന്ന് പറഞ്ഞിട്ട് മറ്റേ പരസ്പരം മീറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ ഇപ്പോ ഉത്തരേന്ത്യയിൽ മുഴുവനുണ്ട്. അത് സ്വാഭാവികമായിട്ടൊരു കൾച്ചറാണ്. രാമൻ അവരുടെ നിത്യജീവിതത്തിലുള്ള കാര്യമൊക്കെ ആയിരിക്കും, അത് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനൊരു രാഷ്ട്രീയ വികാരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക, അത് സൗത്ത് ഇന്ത്യയിലേക്ക് വരെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇത് കണക്ക് കൂട്ടി ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിലപ്പുറത്തേക്ക് ഇതിനുള്ള മുഴുവൻ പിന്തുണ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ പൊതുസമൂഹവും കൂടി ചേർന്ന് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിന് നമ്മുടെ കോടതികൾ തയ്യാറാവുന്നു. സുപ്രീം കോടതിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ഇതൊരു ക്രിമിനൽ ആക്ട് ആണ് ഇതെന്നുള്ള കാര്യത്തിൽ. നമ്മുടെ ബാബരി പള്ളി പൊളിച്ചത് ക്രിമിനൽ ആക്ട് ആണെന്നും ഈ ക്രിമിനൽ ആക്ടിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണെന്നും അതിലൊന്നും യാതൊരു സംശയവുമില്ല നമ്മുടെ കോടതിക്ക്. പക്ഷെ എന്നാലും ഈ വിശ്വാസത്തെ മാനിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ എവിഡൻസ് മുതൽ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും പരിശോധിച്ചിട്ടും അവിടെ നേരത്തെ അമ്പലം ഉണ്ടായിരുന്നു, അമ്പലം പൊളിച്ചതിന് ശേഷമാണ് പള്ളി പൊളിഞ്ഞതെന്നോ ഉള്ള ഒരു തെളിവുമില്ല. ഏറ്റവും ആദ്യമായിട്ട് ഹിന്ദു മതവിഭാഗത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഒരു കേസ് കൊടുക്കുമ്പോൾ, അവിടുത്തെ കേസ് കൊടുക്കുന്ന സമയത്ത് പോലും അത് കൊടുക്കുന്നത് അവിടുത്തെ ചബൂത്ര ഉണ്ടാക്കി ചബൂത്രയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ പള്ളിയുടെ സ്ഥലം കയ്യേറിയിട്ടാണ് വൈഷ്ണവ വൈരാഗികള് ചബൂത്ര ഉണ്ടാക്കുന്നത്. ആ ചബൂത്ര ഉണ്ടാക്കിയതിന് ശേഷം 4 പെറ്റീഷൻ അവിടുത്തെ പള്ളി ഭരണസമിതി കൊടുക്കുന്നുണ്ട്, ഇമാമ് കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ തുടർന്ന് പലരും കൊടുക്കുന്നുണ്ട്. ഈ ചബൂത്രയ്ക്ക് വേണ്ടിയിട്ട് മറ്റേ കയ്യേറിയിട്ടുള്ള ഇത് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ചബൂത്രയുടെ മറ്റേ മഹന്തായിട്ടുള്ള മുഖ്യ പുരോഹിതനായിട്ടുള്ള ആള് ഒരു കേസ് കൊടുക്കുന്നത്. അതാണ് ആദ്യമായിട്ട് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെ നിൽക്കുന്ന ആദ്യത്തെ കേസ്. ആ കേസില് ഇവര് ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല ഇത്, അല്ലെങ്കിൽ ഒരു സമയത്ത് അവർ ചബൂത്രയ്ക്ക് മുകളിൽ അമ്പലം ഉണ്ടാക്കാനായിട്ട് അനുവദിക്കണമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ തൊട്ടപ്പുറയുള്ള മറ്റേ പള്ളി മുമ്പ് അമ്പലമായിരുന്നെന്നോ ആ പള്ളിക്ക് മേലെന്തെങ്കിലും അവകാശം ഉന്നയിക്കുകയോ അതൊരിക്കലും അവർ ചെയ്യുന്നില്ല. അതെല്ലാം ലേറ്ററായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലീ പോലും അല്ലാത്തൊരു കാര്യത്തിനെയാണ് ഇവരിത് മാറ്റിയെടുക്കുകയും അതിനെ വച്ചിട്ട് ഇപ്പോ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫാഷിസ്റ്റ് ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ ഇതൊരു ദേശീയ ഉത്സവമാക്കി മാറ്റുകയും അവരുടെ ഒരു അജണ്ട, അല്ലെങ്കിൽ ഇപ്പോ സവർക്രൈറ്റ്സുകൾ ശ്രമിച്ചിരുന്ന ഒരു അജണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുസ്ലിം മതവിഭാഗത്തിനെ എന്ന് പറയുന്നത് രണ്ടാംകിട പൗരന്മാരാക്കി മാറ്റുക എന്നുള്ള സവർക്രൈറ്റ്സിന്റെ ഏറ്റവും വലിയ അജണ്ട അത് പൂർത്തീകരിക്കുക. ഭരണഘടന എന്ന് പറയുന്നത് ഈ അംബേദ്കർ നിർമ്മിച്ച നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു അപ്രസക്തമായിട്ടുള്ള ഒന്നാക്കി മാറ്റുക. അതിനപ്പുറത്തേക്കുള്ള അജണ്ടകൾ ഇവർ നിശ്ചയിക്കും, അവർ അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം. ഈ 2 കാര്യവുമാണ് യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ടുണ്ടായിരുന്നത്. അത് നടപ്പിലാക്കാനുള്ള ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ഇതിൽ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ളത്. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതിൽ അതിലൊരു രാഷ്ട്രീയ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും
മറ്റു രീതിയിൽ നമുക്ക് ആഗ്രഹമുള്ളത് ഈ രീതിയിലുള്ള ആത്മീയ പ്രതിരോധങ്ങളെല്ലാം വേണ്ടതാണ്. കാരണം ഈ പറഞ്ഞ പള്ളി പൊളിച്ച സ്ഥലത്ത് ഉണ്ടാകുന്ന അമ്പലത്തിലെ ദൈവം എങ്ങനെയാണ്, അത് നിങ്ങളുടെ ദൈവമാണോ എന്നുള്ള ചോദ്യമൊക്കെ ഹിന്ദു മതവിഭാഗത്തിന്റെ അകത്ത് നിന്ന് ഈ ആത്മീയ നേതാക്കൾ ചോദിക്കേണ്ട ചോദ്യമാണ്, എല്ലാ വിഭാഗത്തിലും ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടിസ്ഥാനപരമായിട്ട് ജാതി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഹിന്ദുമതം. ഇപ്പോ സഹോദരൻ അയ്യപ്പൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിലെ ഉപ്പില്ലാത്ത സമുദ്രം സങ്കല്പിക്കുന്നത് പോലെയാണ് ജാതിയില്ലാത്ത ഹിന്ദുമതം സങ്കല്പിക്കുന്നത് എന്നുള്ളതാണ്. അത് ജാതിയിൽ അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജാതി വിഭാഗങ്ങളെ കൂടുതൽ ഹിന്ദുത്വത്തിലേക്ക് അടുപ്പിക്കാനുള്ള പല ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. പലർക്കും പല രീതിയിലുള്ള പല കാര്യങ്ങളും കൊടുത്തിട്ട് ഈ ജാതി എന്നുള്ള സംഭവത്തിനെ അതേപടി നിലനിർത്തുകയും അതേപോലെ തന്നെ നിലനിർത്തുമ്പോൾ തന്നെ വിവിധ ജാതി വിഭാഗങ്ങളിലെ ആൾക്കാരെ ഈ ഹിന്ദുത്വത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. അതിനെതിരായിട്ട് ഹിന്ദുമത വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഒരു ആത്മീയമായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി വന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതുണ്ടായി വരേണ്ടതാണ്, അത് മതത്തിന്റെ അകത്ത് നിന്ന് തന്നെ ഉണ്ടായി വരേണ്ടതാണ്. അതിന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള തന്നെ ഒരു ഫൈറ്റാണ്. ആ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. നമുക്കതിനു വേണ്ടി ശക്തമായിട്ടുള്ള നമുക്കൊരു പ്രതിപക്ഷം വേണം, കൃത്യമായ രാഷ്ട്രീയ ദർശനമുള്ള പാർട്ടികൾ വേണം. ഇത് തെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ടുള്ള രാഷ്ട്രീയ ദർശനം വേണം. അത് ഞങ്ങൾക്ക് കോൺഗ്രസ് ഉറപ്പിച്ച് പറയേണ്ടതാണ്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് മുൻകാലത്ത് തെറ്റുപറ്റിയെന്നും ഇക്കാലത്ത് നമ്മൾ അതിന് മാറ്റി ചിന്തിക്കേണ്ടതാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് ഉറപ്പിച്ചു പറയണം. അത് മറ്റു പാർട്ടികളും ഇക്കാര്യത്തിൽ വളരെ സംശയരഹിതമായിട്ടില്ല. ഇപ്പോൾ ഒരുപക്ഷെ RJDയോ അല്ലെങ്കിൽ അതേപോലത്തെയുള്ള പ്രാദേശിക പാർട്ടികൾക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഉറച്ച പല ചിന്തകളും ഉള്ളത്. ഇത് ഇക്കാര്യത്തിൽ അവർ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ലെന്നും അവർ BJPയോടുള്ള ഫൈറ്റ് അവർ ആ രീതിയിൽ തന്നെ തുടരുമെന്നും ഇവരെല്ലാവരും ഇപ്പൊ RJD ആയിക്കോട്ടെ, SP ആയിക്കോട്ടെ, ഈ പാർട്ടികളെല്ലാം തന്നെ അവരുടേതായ രീതിയിലുള്ള മതവിശ്വാസികളും എല്ലാമാണ്. അവര് റാഷണലിസ്റ്റുകളോ ഒന്നുമായിട്ടുള്ള ആൾക്കാരല്ല. അവരൊക്കെ ഈ മതവിശ്വാസികളായ ജനസമൂഹത്തിന് കൂടെ നിൽക്കുന്ന അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നല്ലോ. ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള റാഷണലിസമോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു മതമില്ലാത്ത അല്ലെങ്കിൽ മതവിചാരത്തെ നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കൊരു മുന്നോട്ട് പോകാൻ പറ്റുന്ന പല പാർട്ടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് വിശ്വാസി സമൂഹത്തിനെ പോലും നമുക്ക് കൂടെ നിർത്താനായിട്ടുള്ള വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ക്ലാരിറ്റി നമുക്ക് ഇനിയുള്ളൊരു കാലത്ത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ വളരെ നിരാശകരമായ മതരാഷ്ട്രങ്ങൾക്ക് പിന്നീടുണ്ടായ പരിണിതി സമകാലീന ചരിത്രത്തിൽ തന്നെ ഉദാഹരണം കൊണ്ടായിരിക്കെ നമ്മുടെ രാജ്യം അങ്ങനെയായി മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടം അത് തിരിച്ചറിഞ്ഞ് ചെറുക്കേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ്. അതിനൊരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. ആ രാഷ്ട്രീയ പോരാട്ടം ആര് നടത്തുന്നു എന്നുള്ളതാണ് ഇത്തരം നിർണായകമായ ചരിത്രപരമായ ദശാസന്ധികളിൽ പ്രധാനം. വളരെ നന്ദി ശ്രീജിത്ത്, സണ്ണി കപ്പിക്കാട്, വിശ്വഭദ്രാനന്ദ ശക്തി ബോധി ഇത്രയും സംസാരിച്ചു.